അപ്പം കലാശക്കൊട്ടിന്റെ പിന്നെ ഈ ഇലക്ഷന്റെ ഈ പ്രചരണത്തിന്റെ കുറച്ച് വീഡിയോസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ചിലതൊക്കെ കോമഡിയാണ്, ചിലതൊക്കെ മണ്ടത്തരങ്ങളാണ്, ചിലതൊക്കെ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്, ചിലതൊക്കെ നല്ല കാര്യങ്ങളാണ്, ചിലതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കുറച്ച് കാര്യങ്ങളാണ്. മോഡിഫിക്കേഷൻ നടത്തട്ടെ, ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹങ്ങളല്ലേ. കാറുകൾക്കൊക്കെ ഇപ്പം മോഡിഫിക്കേഷൻ പറ്റുന്ന വീഡിയോ സർക്കാർ വന്നു കഴിഞ്ഞാൽ പറ്റും എന്നുള്ള രീതിയിൽ ഒരു കാർഡ് കണ്ടിരുന്നു. ഞങ്ങളത് മാനിഫെസ്റ്റോയിൽ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. കാരണം അപകടകരമല്ലാത്ത രീതിയിൽ വണ്ടിയിൽ നടത്തുന്ന മോഡിഫിക്കേഷൻസ് അതൊരു തെറ്റല്ല. അപകടകരമായ രീതിയിൽ വെക്കുമ്പോൾ മാത്രമാണ് അതൊരു തെറ്റാകുന്നത്. അപകടകരമായ രീതിയിൽ വെക്കാൻ സമ്മതിക്കില്ല. അല്ലാതെ നടത്തുന്ന മോഡിഫിക്കേഷൻ നടത്തട്ടെ, ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹങ്ങളല്ലേ, അവരത് ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നതല്ലേ. അത് കൊണ്ടു നടക്കട്ടെ, അതിനെന്താ തെറ്റ്? അപകടം വരുത്തി വെക്കുന്ന രീതിയിൽ മാത്രമേ സമ്മതിക്കാതിരിക്കുള്ളൂ, ബാക്കിയൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ പ്രളയ സമയത്തൊക്കെ ആൾക്കാർ പറഞ്ഞിരുന്നത് എല്ലാത്തിനും അവരുടെ യൂസ് ചെയ്തതിനു ശേഷം അവര് ഭയങ്കര അവരെ ഭാഗത്തു നിന്നുള്ള നല്ല സപ്പോർട്ട് ആ പ്രളയ സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും വണ്ടിയായിട്ട് എല്ലായിടത്തും വന്നു. പിന്നീട് അവര് പുറകെ നടന്ന് ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് അത് മാറി. അതുകൊണ്ടാണ് UDF അത് ഗൗരവമായി ആലോചിച്ച് അപകടം ഇല്ലാത്ത തരത്തിലുള്ള എല്ലാ മോഡിഫിക്കേഷനും സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യം തന്നെ നമ്മളെ VD സതീശൻ സാറിന്റെ കുറച്ച് കാര്യങ്ങളാണ്. അതായത് വണ്ടി മോഡിഫിക്കേഷനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. പുള്ളി പറഞ്ഞത് മണ്ടത്തരമാണോ അതോ ഇനി വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് വേണ്ടി പറഞ്ഞാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്താ വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 52 പ്രകാരം വാഹനങ്ങൾ ആൾട്രേഷൻ ചെയ്യുന്നത് നിയമപ്രകാരം തെറ്റെന്നാണ് പറയുന്നത്. അപ്പൊ വണ്ടിയുടെ RC ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് യാതൊരു വിധത്തിലുള്ള മോഡിഫിക്കേഷനും ചെയ്യാൻ പറ്റത്തിനുള്ള ഒരു നിയമമാണ് 1988 കേന്ദ്ര സർക്കാർ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 1988 ഈ മോഡിഫിക്കേഷനെതിരെ കൊണ്ടുവന്നിരിക്കുന്നതാണ്. അപ്പൊ ഈ വാഹനങ്ങളിൽ വരുന്ന ഈ മോഡിഫിക്കേഷനെ കുറിച്ച് മാറ്റം വരുത്തണം, എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പാർലമെന്റ് തന്നെ വിചാരിക്കണം. അതായത് ഈ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സെൻട്രൽ ഗവൺമെന്റിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ വന്ന ഒരു നിയമമാണിത്. നമ്മൾ അത് ആദ്യമേ മനസ്സിലാക്കണം. പിന്നെ അത് മാത്രമല്ല, ഈ പറയുന്നതിനകത്ത് അപകടകരമല്ലാത്ത രീതിയിലുള്ള മോഡിഫിക്കേഷൻ, അതിന് അപകടകരമല്ല, അപകടകരം ആയാലും നമ്മളൊരു മനഃശാന്തിക്ക് വേണ്ടി ചെയ്യുന്നതായാലും നമ്മള് എന്തുവാ ഭയങ്കര നമ്മളെ വാഹനങ്ങൾ നല്ല രീതിയിൽ സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ ചെയ്യുന്നതായാലും മോഡിഫിക്കേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് നിയമപ്രകാരം തെറ്റാണെന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഈ അറിയാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും മനസ്സിലാക്കണം. നമ്മളെ VD സതീശൻ സാർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയ, ഓൺലൈൻ മീഡിയസ് എല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള ഇതിന്റെ ഒരു മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള നിയമത്തിന്റെ പുറകിലാണ് ഇപ്പം ഈ സോഷ്യൽ മീഡിയാസ് എല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെടുത്തിട്ട് തെറ്റാണെന്നുള്ള രീതി, നിയമപ്രകാരം തെറ്റാന്നുള്ള രീതിയിൽ ഉള്ള അതിന്റെ ആക്ടും പിന്നെ അതിന്റെ സെക്ഷനും പിന്നെ അതെന്ന നിലവിലെന്നുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ ഇതിന്റെ പുറകിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു നിയമത്തിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പുള്ളിക്കാരൻ നമ്മളെ VD സതീശൻ സാറിനോ പറ്റത്തില്ല, കേരള നിയമസഭയ്ക്കോ പറ്റത്തില്ല. അത് പറ്റത്തില്ലെന്നല്ല, ഒരു അധികാരവും ഇല്ല. സെൻട്രൽ ഗവൺമെന്റിന്റെ ആക്ട് ആണ്. അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. അത് നമ്മളല്ലേ രേഖ. കുഴപ്പമില്ലടാ, നാട്ടിലെ സമത്വം നിലനിൽക്കണമെങ്കിൽ ആദ്യം പ്രവർത്തകർ തമ്മിൽ ആത്മാർത്ഥത വേണം. ശരിയാണ്, നാട്ടിലെ സമത്വം നിലനിൽക്കണമെങ്കിൽ പ്രവർത്തകർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡ് ഉണ്ടാവണം. അപ്പൊ ഈ പാർട്ടിയുടെ പേരും പറഞ്ഞിട്ടായാലും ഈ പാർട്ടിയുടെ പേരും പറഞ്ഞിട്ടായാലും സംഘടനകളുടെ പേര് പറഞ്ഞിട്ടായാലും റോഡിൽ, അതായത് പൊതുനിരത്തിലിറങ്ങി തമ്മിൽ തല്ലുന്നതും കൊലപാതകം അങ്ങനത്തുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതാണ് പ്രവർത്തകർ, അതായത് പാർട്ടി പ്രവർത്തകർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ലൊരു സമത്വം നിലനിൽക്കണമെന്ന് പുള്ളി പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം ഇവിടെ വേണ്ടതെന്ന് വെച്ചാല് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനോ അല്ലെങ്കിൽ അല്ലാതെ എന്റെ പാർട്ടി വലുതാണ്, ആ പാർട്ടി കൊള്ളത്തില്ല, ഈ പാർട്ടി കൊള്ളത്തില്ല, ചെയ്യത്തില്ല, കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല, ഒരു കാര്യമില്ലെന്നല്ല. ആശയങ്ങൾ തമ്മിലാണ് ഇവിടെ മത്സരിക്കേണ്ടത്. ആശയങ്ങളാണ് നമുക്കിവിടെ വേണ്ടത്. ഓരോ പാർട്ടിക്കും അവരുടേതായ ആശയങ്ങളുണ്ട്. ഈ ആശയങ്ങൾ തമ്മിൽ മത്സരിച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് കണ്ടെത്തത്തുള്ളൂ. പുള്ളി പറഞ്ഞ വളരെ ശരിയായിട്ടുള്ള കാര്യം കേട്ടോ. അതാ മറ്റേ അങ്ങനൊന്നുമില്ല. നമ്മള് പ്രവർത്തകര് തമ്മിൽ
അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡ് ഉണ്ടാവണം. ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ, അല്ലെങ്കിൽ അത് തമ്മിൽ സംസാരിച്ച് തീർക്കാനുള്ള ഒരു ഇത് ഉണ്ടാവണം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ച് എന്റെ പാർട്ടിയാണ് വലുത്, അല്ലാതെ നിന്റെ പാർട്ടി കൊള്ളൂല എന്നുള്ള രീതിയിൽ ഒരു സംസാരം ഉണ്ടാവരുത്. മൊത്തത്തിൽ പറഞ്ഞാൽ ഇതിനകത്ത് ആശയങ്ങൾ തമ്മിലാണ് മത്സരിക്കേണ്ടത്. അല്ലാതെ പാർട്ടി നേതാക്കളോ പാർട്ടി വൈരാഗ്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും അല്ല ഇത് വേണ്ടത് നമുക്ക്. സ്വാഭാവികം, ഒന്നും പറയില്ല. ഞാൻ കുറച്ചു മുമ്പ് അങ്ങോട്ട് പറഞ്ഞുള്ളൂ. എന്താ ചെയ്യാനാന്ന് പറയാം. എപ്പോഴൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതൊക്കെ വേണം എന്ന് പറയുന്നവർക്ക് എനിക്ക് വേണമെന്നൊന്നും തോന്നില്ല. ഇത് ശരിയായിട്ടുള്ള കാര്യമില്ല. കലാശക്കൊട്ടായാലും ഇനിയിപ്പോ പാർട്ടിയുടെ പേരും പറഞ്ഞ് എന്തോ ഇതായാലും ശരി, ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് പാർട്ടിക്കും ചേരത്തില്ല, ബാക്കിയുള്ള നാട്ടുകാർക്കും ഇതിന്റെ പുറകെ നടക്കുന്ന പ്രവർത്തകർക്കും അത് നല്ലതായിട്ട് തോന്നുന്നില്ല. അതൊരു പാർട്ടി സംഘടനയ്ക്കും ചേരുന്ന കാര്യങ്ങളല്ല ഇത്. ഒരിക്കലും ഈ ഒരു പ്രശ്നം, ഇങ്ങനെ വരുന്ന ഒരു പ്രശ്നങ്ങളെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത്. എന്ന് വെച്ചാല് നമ്മളെ ചൊറിയാൻ വന്ന്, മറ്റേ പാർട്ടിക്കാരെ നമ്മളെ ചൊറിയാൻ വന്ന് നമ്മളെ അടിച്ചോടിച്ച് എന്താ സൂപ്പർ പിന്നല്ല നമ്മളാണ് ശക്തർ, അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആശയങ്ങൾ തമ്മിൽ മത്സരിക്കുക, കയ്യാങ്കളിയൊന്നും പാടില്ല, കയ്യാങ്കളിയൊന്നും വേണ്ട. പലതരം പ്രചരണം കണ്ടിട്ടുണ്ട്. മറ്റേ പറൂല് അത് ടൈസം മാറ്റതും നോക്കിയത്. അതെന്തായാലും കൊള്ളാം. ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. സത്യം ഉണ്ടായിരിക്കാം, ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഞാൻ ഇത് ആദ്യമായിട്ടാ കാണുന്നത്. പുള്ളി ആ വീഡിയോ വ്ളോഗ് ചെയ്ത പുള്ളിക്കാരൻ പറഞ്ഞത് ശരിയായിരുന്നു. ആദ്യമായിട്ടാ കാണുന്നത്, ഞാനും ആദ്യമായിട്ടാ കാണുന്നത്. നമ്മള് പ്രചരണങ്ങളായാലും കലാശക്കൊട്ടകളായാലും നമ്മളെ റോഡിലൂടെ സൗണ്ടും വെച്ച് ഇങ്ങനെ പോണത് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് വെള്ളത്തിലുള്ള പരിപാടി, ബോട്ടില് വള്ളങ്ങളിലുള്ള പരിപാടി ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു വെറൈറ്റി ആയിട്ട് തന്നെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കണ്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ നല്ലൊരു കാര്യമാണ്. ഇതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ മത്സ്യത്തൊഴിലാളികൾക്ക്. കാരണം ബോട്ടിലാണ്, വള്ളമാണ്, മീൻ പിടിക്കാൻ പോണാണ്. അപ്പം അതൊരു തൊഴിലാണ്. പല സംഘടനകൾ അതിനകത്തുണ്ട്. എന്തായാലും ഇതൊരു പ്രചരണമായാലും കലാശക്കൊട്ടായാലും ഒന്നും പറയാനില്ല, അടിപൊളി. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ, അതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒരു വെറൈറ്റി തന്നെ. അപ്പൊ ഇതൊക്കെ കേരളത്തിൽ ആദ്യമായിട്ടാണ് പറഞ്ഞതാണ് എന്താ പറയുന്നത്. അപ്പൊ ഇത്രയും സെറ്റപ്പ് ആയിട്ട് നമ്മൾ കേരളം മാറിയെന്ന് വിശ്വസിക്കാൻ പോലും പറ്റില്ല. ഇന്നലെ കളമശ്ശേരി കണ്ടൊരു കാഴ്ചയാണ്, വലിയൊരു ഡ്രോണും വലിയൊരു ഡിസ്പ്ലേയും ആകാശത്തേട്ട് പോകുന്നു. അത് കണ്ട് അവിടെ നിന്ന് നോക്കാത്ത ആരില്ല, നാട്ടുകാരും അതിൽ യാത്ര ചെയ്യണ എല്ലാവരും അത് കണ്ടു. അപ്പൊ ഈ അഡ്വർടൈസ്മെന്റിന്റെ ഒക്കെ മേഖല എത്രത്തോളം ഈ ഒരു കാലഘട്ടത്തിൽ മാറി എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ്. അതും ഇത് കൊടുത്തേക്കണ പരസ്യം ചെയ്തേക്കുന്നത് നമ്മുടെ വ്യവസായ മന്ത്രി തന്നെയാണ്. സംഭവം എന്തായാലും കൊള്ളാം, കലക്കിയിട്ടുണ്ട്. വ്യവസായ മന്ത്രി പി രാജീവ്, പുള്ളിയുടെ ഒരു പ്രചരണമാണ്. പക്ഷെ അതും ഒരു ഇതേ കണക്ക് തന്നെ അതും ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ഡ്രോണില് LED ഡിസ്പ്ലേയില് വെറൈറ്റി സംഭവം തന്നെ. ഇപ്പം കേരളം വളർന്നുകൊണ്ടിരിക്കുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കേരളം വളർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇതേപോലെ പുതിയ പുതിയ കാര്യങ്ങൾ ഡ്രോണിനകത്ത് അഡ്വർടൈസ്മെന്റ്, പരസ്യം, അത് ഇനി പ്രചരണത്തിനായാലും എന്തതിന്റെ ആയാലും. പിന്നെ അതേപോലെ തന്നെ വേറൊരു ഇതുണ്ട്, ബാഗ് പോലെ ഡിസ്പ്ലേ തൂക്കിയിട്ട് ഇങ്ങനെ ഉത്സവപ്പറമ്പുകളിലായാലും ഇങ്ങനെ പോകുന്നില്ല, അതും നല്ലൊരു ഇതാണ്. ഇതൊക്കെ ഞാൻ വീഡിയോസിനകത്തൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ, നേരിട്ടൊന്നും കണ്ടിട്ടില്ല. ഇപ്പം ഇതിനകത്ത് ഇങ്ങനൊരു ഇത് കൊണ്ടുവന്നപ്പോഴത്തേന് ശരിയാണ് സംഭവം. നമ്മൾ ആലോചിക്കുമ്പോഴത്തേന് ഇത് കൊള്ളാലോ, ഇത് അടിപൊളിയാണല്ലോ, ശരിയാണല്ലോ, ഇത് കൊള്ളാലോ എന്നുള്ള രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ സാധനങ്ങളാണ് ഓരോരുത്തർ കൊണ്ടുവരുന്നത്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് അത് നമ്മൾ ചിന്തിക്കും. അപ്പൊ അത് നല്ലൊരു ഐഡിയ ആണ്. കുറെ പേർക്ക് അങ്ങനത്തെ ഉള്ളൊരു ഇതൊരു ബിസിനസ്സാണ്. ഇത് ബിസിനസ്സാണ് സത്യം പറഞ്ഞാൽ. ഇങ്ങനത്തെ ഉള്ളൊരു ഡിസ്പ്ലേ പ്രദർശിപ്പിക്കാന്ന് വെച്ചാല് ഡ്രോൺ ഉപയോഗിച്ച് അതുവഴി ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അത് നല്ലൊരു ഇത് തന്നെയാണ്. അപ്പൊ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, പാർട്ടി പ്രവർത്തകരെ നേതാക്കന്മാര് തിരുത്തും, നേതാക്കന്മാരെ പാർട്ടി തിരുത്തും, പാർട്ടിയെ ജനങ്ങൾ തിരുത്തും.
അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.